ഹലോ ഗൈസ്, എല്ലാവരും കരിക്കമ്പുള്ളി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ പ്ലംബിംഗ് കഴിഞ്ഞതാണോ? പ്ലംബിംഗ് കഴിഞ്ഞ അനാവശ്യ പൈപ്പുകളൊക്കെ അവിടെ ഇവിടെ PVC പൈപ്പുകൾ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ വളരെ വ്യത്യസ്തകരമായ ഒരു ആഡംബരത്തോടു കൂടിയ ഒരു ഫാൻസി ലൈറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വ്യത്യസ്തകരമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് 3/4 ഇഞ്ച് PVC പൈപ്പ്. ഇതും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ 1/2 ഇഞ്ച് നീളത്തിൽ, 1/2 ഇഞ്ച് മതിയാകും, 1/2 ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് വളവും ചെരുവൊന്നും ഇല്ലാതെ വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 1/2 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള 200 പീസുകൾ മുറിച്ചെടുക്കാം. ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെയുള്ള പിസിലുകൾ ഉണ്ടാകും. അത് നമുക്ക് ഒരു പേപ്പറിൽ ഉരച്ചെടുക്കാം. ഇതുപോലെ ഉരച്ചെടുക്കാം. നമ്മളിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ചെടുത്ത 200 പീസുകൾ നമുക്കിതുപോലെ വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കുറച്ച് മിനുസപ്പെടുത്തിയെടുത്തിയ 200 പീസുകളാണിവ. ഞാനായി ആദ്യം മിനുസമുള്ളൊരു ടൈൽസ് എടുക്കുക. അതിലേക്ക് ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ എന്തിനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഫ്ലെക്സ് വിനോയിൽ കൊണ്ട് ഒട്ടിക്കുന്നത്. അത് ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നന്നായി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒരു മട്ടം വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതിനെ നിരത്തി വെക്കാം. ഞാൻ ചെയ്യുന്നത് പോലെ നിരത്തി വെക്കാം. ഇതിൽ മുകളിൽ 5ഉം താഴേക്ക് 10ഉമാണ് വരേണ്ടത്. നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഒട്ടിക്കാം. ഫ്ലെക്സ് വിനോയിലാണ്. ഇത് ഒട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതുപോലെ 4 എണ്ണം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 എണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ച് വെച്ചതിന് നീളത്തിൽ 3/4 ഇഞ്ച് PVC ഇതുപോലെ 4 കഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ ഞാൻ 4 കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഇതുപോലെ അരികുവശത്തിൽ ഒട്ടിക്കുക. ഇതുപോലെ ഇത് നമ്മൾ സമചതുരത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വലുപ്പത്തിലുള്ള ഷീറ്റാണ് വേണ്ടത്. പ്ലൈവുഡിൻ്റെ ഷീറ്റായാലും മതി, അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഷീറ്റായാലും മതി. ഇത് എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് PVC പൈപ്പ് മുറിച്ച് അതിനെ ചൂടാക്കി നിവർത്തിയെടുത്തതാണ്. ഇതിൻ്റെ മേലെ വെച്ച് ഇതിനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം.
നമ്മൾ വൃത്തിയായി പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. ഇത് PVC പൈപ്പാണെന്ന് ആരും പറയുകയില്ല. ഇത് നമുക്കിതിൽ ബൾബിട്ട് കത്തിച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.